ഞങ്ങൾ ഈ ഓടിക്കതിച്ച് പോണത് കേട്ടുകേൾവി മാത്രമുള്ള ഒരു സാധനം കാണാനാണ്. കുഞ്ഞിലേ മുതൽ ന്യൂസിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഡാം തുറന്നു, ഇവിടെ ഡാം തുറന്നു, കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു എന്നൊക്കെ. എൻ്റെ ലൈഫിലും അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ചാൻസ് കിട്ടി, അതും നമ്മുടെ ന്യൂസിലാൻഡിൽ. വിന്ററിൽ ഡെയിലി 3 ടൈംസാണ് ഈ ഷട്ടർ ഓപ്പൺ ചെയ്യാം, സമ്മർ ആകുമ്പോൾ 4 ടൈംസും. ടൈമിംഗ് വന്നിട്ട് വിന്ററിൽ 10 AM, 12 PM ആൻഡ് 2 PM, സമ്മറിൽ 10 AM, 12 PM, 2 PM ആൻഡ് 4 PM. അയ്യോ, കഥ പറഞ്ഞ് ലൊക്കേഷൻ പറയാൻ മറന്നുപോയല്ലോ. 10 to 16 കിലോമീറ്റർ നോർത്ത് ഓഫ് ടോപ്പോലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വന്നിട്ട്. അരാറ്റിയാറ്റിയ റാപ്പിഡ് സീനിക് റിസർവ് എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എവറി റിലീസിൽ 15 മിനിറ്റ്സ് ആണ് അവർ നമ്മുടെ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെക്കാം. 3 ലുക്കൗട്ട് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ബ്രിഡ്ജിൽ നിന്ന് കാണാം, പിന്നെ മിഡ് വേ, അതായത് ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്തിട്ട് നമുക്കൊരു മിഡ് ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ഒരു 5 മിനിറ്റും കൂടിയും വാക്ക് ചെയ്തതിനാൽ ടോപ്പ് ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. നമ്മൾ ലൊക്കേഷൻ എത്തിയപ്പോൾ കറക്റ്റ് 1:54 അതുകൊണ്ട് മിഡ് ലുക്കൗട്ട് പോയിന്റിലേക്ക് ഓടിയ ഓട്ടമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. 1964 വൈക്കാട്ടോ റിവറിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തത്. അമ്പോ, പൊള്ളി സീനാർന്ന്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഈ ഫീല് മനസ്സിലാവുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മൈ എക്സ്പീരിയൻസ് വാസ് റിയലി അമേസിങ്. 6 വർഷമായി ഞാൻ ന്യൂസിലൻഡിൽ, പക്ഷേ ഇങ്ങനൊരു സീൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ദിസ്. എനിക്ക് ശരിക്കും ഇത് ഒരു അണ്ടർ റേറ്റഡ് സീനിക് ലൊക്കേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. അത്രേ ഉള്ളൂ.